ഹലോ. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് മോൻ രാവിലെ സ്കൂളിലേക്ക് പോണതിന്റെ മുമ്പ് പറയണേ, അമ്മാന്ന് വൈകിട്ട് വരുമ്പോ എന്തെങ്കിലും എണ്ണക്കടി വല്ലതും ഉണ്ടാക്കി വെക്കുമെന്ന്. ഓർക്കണം, സ്കൂളിലേക്കാ പോണത്, തിന്നേണ്ട കാര്യമാണ് അപ്പോഴും ചിന്ത. അപ്പൊ എന്തായാലും ഇതിന് ഉണ്ടാക്കിയല്ലേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ നോക്കിയപ്പോ മുട്ട ഇരിക്കണു, ഉള്ളി ഇരിക്കണു, കടലമാവ് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഒരു സൂപ്പർ ടേസ്റ്റ് ഒരു മുട്ട ഉള്ളിവട തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ അത് ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ പോലും നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാം. ഞാനിപ്പോ ഒരു 2 മുട്ട പുഴുങ്ങിയിട്ട് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 വലിപ്പത്തിലുള്ള സവാള എടുത്തിട്ട് നീളത്തിൽ കനം കുറച്ചരിഞ്ഞിട്ട് ഒരു നുള്ള് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് നല്ലോണം ഞെരടി ഒരു 5 മിനിറ്റോളം അങ്ങനെ വെച്ചിരുന്നതാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ സവാളയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് സവാള നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇനി ഇതിലേക്ക് എരിവുള്ള മുളക് പൊടി 1 സ്പൂണ്, എരിവില്ലാത്ത മുളക് പൊടി 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല കളറൊക്കെ ഒന്ന് വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടലമാവ് കുറച്ച് ഇപ്പൊ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂൺ മുഴുവനായിട്ട് പുട്ടുപൊടി, തരിയുള്ള പുട്ടുപൊടി കേട്ടോ. അതെന്താ വെച്ചാൽ നമ്മുടെ ഉള്ളിവട ഒന്ന് കറുമുറാന്നൊക്കെ ഇരിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി ഒന്ന് ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. അവിടെ ഇഞ്ചി ഇങ്ങനെ കടിക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്തത്, കറിവേപ്പിൻ്റെ ഇല, ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഉള്ളി ഒന്ന് കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ കുറേശ്ശെ കടലപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിങ്ങനെ കുഴച്ചിട്ട് എടുക്കാൻ പറ്റുന്ന പാകത്തിലാവണം. ഇനി ഇതിന്ന് കുറച്ചെടുത്തിട്ട് കയ്യിൽ വെച്ച് പരത്തി ഉള്ളിൽ ഒരു മുട്ടയുടെ പീസും വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ ചൂടായിരിക്കുന്ന എണ്ണയിൽ ഇട്ടിട്ട് തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി, സംഗതി റെഡി. അങ്ങനെ ഞാൻ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ണനെത്തി. അവനത് കഴിക്കുമ്പോഴാട്ടോ അതിൻ്റെ ഉള്ളിൽ മുട്ട ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് മനസ്സിലായത്. എന്തായാലും ഇത്രയേ ഉള്ളൂ. ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.